ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കേക്ക്. അതിന് 3 ബനാനയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ എൻ്റെ കയ്യിൽ 3 ബനാന ഉണ്ട്. ഇനി ഇത് ഇങ്ങനെ ഉണ്ടാക്കാനുള്ളത് നോക്കട്ടോ. ബൈ. 2-3 ബനാന വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിവിടെ 3 ബനാനയാണ് എടുക്കുന്നത്. അത്യാവശ്യം പാകമായത് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ അറിയാലോ അല്ലേ. അത് 3 ബനാന എടുക്കുക. ബനാന മാഷ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, പിന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ സാധാരണ ഷുഗറില്ലേ അതും 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അതിൽ. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി മെൽറ്റ് ആവുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പ്രോപ്പറായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് വെച്ച് അതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ സിനമൺ പൗഡർ വേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി അതൊന്ന് അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്തതും നമ്മുടെ മുന്നേ ഉള്ള ബനാനയുടെ ബാറ്ററും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ അത് പ്രോപ്പർ മിക്സിങ് ആയിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ വാനില എസൻസ് നമ്മൾ കുറച്ചേ മുന്നേ ആഡ് ചെയ്യേണ്ടതായിരുന്നു. ഞാനത് വിട്ടുപോയതാണ് ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ പ്രോപ്പർ സെറ്റാക്കി എടുക്കുക. ഇനി ഏത് പാത്രമാണ് നമ്മൾ ഓവനിലേക്ക് വെക്കുന്നത് അതെടുത്തിട്ട് ആ ട്രേയിലേക്ക് ഗീയോ ഓയിലോ ബട്ടറോ എന്താണെങ്കിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ താഴെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ട്രേ ഡബിൾ ടാപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ OTG ഓവനിലാണ് വെക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഞാനൊരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു ഓവൻ. അതിനുശേഷമാണ് കേട്ടോ നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും ടൈം സെറ്റ് ചെയ്തത് 45 മിനിറ്റ്സ് ആണ്. സെയിം ടെമ്പറേച്ചറിൽ 180 ഡിഗ്രിയിലാണ് കേട്ടോ. ഇനി നമുക്ക് 45 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയാൽ മതി. 45 മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് നന്നായി പൊന്തി നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും കൂടെ വരും കേട്ടോ. ഇത് ഓക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബനാനയുടെ ആ സ്മെല്ല് നമുക്ക് നന്നായിട്ട് എടുക്കും. അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നു. ഇനി ഇത് സ്ലൈസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഭയങ്കര സോഫ്റ്റാണ് കേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായി പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ.